എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡലിയും ദോശയും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. മസാല ഇഡലി ഇതെല്ലാം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ആദ്യം ഇഡലി ഒന്ന് ഒഴിച്ചു വെച്ചു. എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത്. ഈ ഇഡലിയിൽ നിന്നാണ് ഞാൻ കൊച്ചിന് ടിഫിൻ കൊണ്ടുപോകാനായിട്ട് മസാല ഇഡലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡലിയൊക്കെ തണുത്തതിന് ശേഷം അതെല്ലാം ഒന്ന് ഇളക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു ഇഡലി ഉണ്ടാക്കിയിട്ടായിരുന്നു മസാല ഇഡലി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവർ മൂത്ത മോൻ പറഞ്ഞു ഇങ്ങനെ കട്ട് ചെയ്തിട്ടമ്മ ഉണ്ടാക്കിയാൽ മതി, എന്നിട്ട് അതിൽ ഇച്ചിരി ടൊമാറ്റോ സോസൊക്കെ ഒന്ന് ഒഴിക്കാൻ. അപ്പോൾ ഈ ടൊമാറ്റോ സോസ് ഒരാൾക്ക് ഒഴിക്കുന്നത് ഇഷ്ടം, ഒരാൾക്ക് ഇഷ്ടമല്ല. രാവിലത്തെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കാബേജൊക്കെ അരിഞ്ഞെടുത്തായിരുന്നു. കാബേജ് തോരൻ വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മുട്ട തോരനൂടെ വെച്ചായിരുന്നേ. മുട്ടയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് ഇച്ചിരി സവാളയൊന്ന് വഴറ്റിയിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് അങ്ങനെ. അപ്പം ഞാനൊരു ബ്രെഡ് പീസ് എന്താണോ അതിൻ്റെ അകത്ത് ഇട്ടിരുന്നത്, നമ്മൾ ഈ കാബേജൊക്കെ അരിയുന്നുണ്ടെങ്കിൽ ഒരു സ്മെല്ലുണ്ടല്ലേ, ആ സ്മെല്ല് പോകാനായിട്ട് ഇങ്ങനെ ഒരു ബ്രെഡ് പീസ് ഇടുകയാണെങ്കിൽ ആ സ്മെല്ല് മുറിയിലൊക്കെ ഉള്ള ആ സ്മെല്ലൊന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇവിടെ കാബേജ് തോരൻ റെഡിയായി. അപ്പോൾ ഉച്ചയ്ക്ക് കൊച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവന് രാവിലത്തെ മുട്ടത്തോരനുണ്ട്. ഇതെന്ന് പറയുന്നത് വെളുത്തുള്ളി അച്ചാർ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ടതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അവനത് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി കഴിക്കാനായിട്ട്. അപ്പോൾ മുട്ടത്തോരനും ഉണ്ട്, വെളുത്തുള്ളി അച്ചാറും കൂട്ടി അവൻ കഴിക്കും. പിന്നെ ഞാൻ സാമ്പാറാണ് വെക്കുന്നത്. ഞാൻ സാമ്പാർ പൊടി ഇല്ലാതെ ഈ പൊടികളെല്ലാം ചൂടാക്കിയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ ഉലുവാപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടങ്ങ് ചൂടാക്കും. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മാത്രമേ ചൂടാക്കിയുള്ളൂ. മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഡയറക്റ്റ് ഇടുമായിരുന്നു. എന്നിട്ട് ഈ കഷ്ണങ്ങളെല്ലാം ഞാൻ അരിഞ്ഞെടുത്തായിരുന്നു. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചങ്ങ് നന്നായി ഒന്ന് വേവിച്ചെടുക്കും. കാരണം ഇവിടെ ഈ കഷ്ണങ്ങളൊക്കെ നന്നായി ഞാനൊന്ന് വേവിച്ചെടുക്കും. ഈ പിള്ളേരല്ലെങ്കിൽ സൈഡിൽ മാറ്റി വെക്കുന്നത് കൊണ്ട് ഇതങ്ങ് നന്നായി വേവുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ വയറ്റി ചെല്ലുമല്ലേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇവിടുത്തെ സാമ്പാർ ഇരിക്കുന്നത്. ഞാൻ ഈ കഷ്ണങ്ങൾ വേവിക്കുന്ന സമയത്തെ നമ്മൾ വെള്ളം ഒഴിക്കത്തില്ല. അപ്പം വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ് ഇതിലൊഴിക്കുന്നത്. പിന്നെ പുളി കുറവാണെങ്കിൽ ലാസ്റ്റിൽ കുറച്ചുകൂടെ പിഴിഞ്ഞൊഴിക്കും. അപ്പോൾ ഇതിലിനി കടുക് വറുക്കുന്ന സമയത്താണ് ഞാൻ കായപ്പൊടി ചേർക്കുന്നത് പറഞ്ഞു. കട്ടക്കായാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് കഷ്ണങ്ങളുടെ കൂടെ ഇട്ടങ്ങ് വേവിക്കാം. ഇപ്പം നമ്മുടെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വിജീസ് കിച്ചൻ ചാനൽ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.